അങ്ങനെ നമ്മൾ ഷെൻസിൻ്റെ കല്യാണത്തിന് പോയാൽ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ യൂസു കണ്ട് കാറിൻ്റെ ബേക്കെന്ന് പറയുന്നത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഷെഫീക്ക് പോവുകയും ചെയ്തിട്ട് പറഞ്ഞു എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ പിയാപ്പിള പോകുന്ന സമയത്ത് എല്ലാവരും താറ്റയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിയാപ്പിള അങ്ങ് ഇറങ്ങണ്ടേ. ഇറങ്ങുന്ന സമയത്ത് ബാക്കി ആൾക്കാരും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നേരം തന്നെ നമ്മളൊരു വീട് ഇഷ്ടമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാം വലിയ ചർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും മാനക്കുണ്ടല്ലോ, അത്രയും മാനക്ക് അനസിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കല്യാണം വിളിച്ചൊക്കെ മോനെന്ന് വെച്ചപ്പോൾ മോനെ അനസ് അന്നേരം തന്നെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ട് പറയും എന്നെ കല്യാണം വിളിച്ചിട്ട് ആരും വിളിച്ചിട്ടില്ല എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാളെല്ലാവരും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നവർ നമ്മളെ റിഷാണ്ട് ഇവിടുന്ന് എന്തോ ഒരു സ്റ്റെപ്പ് ഇട്ട കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി. എന്താ വെച്ചാൽ അനസിന് ഭയങ്കര സന്തോഷമായി എന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ കാർ കയറി വെക്കുന്ന അനസിനോട് പറഞ്ഞു നീ പുറത്തേക്ക് നിൽക്കുക ഞാൾ പോകാമെന്ന്. അങ്ങനെല്ലാം കൂടി പോകുന്ന സമയത്ത് പറഞ്ഞു വെച്ചുകൊണ്ട് അനസിനെ കല്യാണം വിളിക്കാതെ വേറെ ആരോടും പറയല്ലേ എന്ന്. അങ്ങനെ ഷാമിന് വേക്കിലിരുന്നിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പടകം എങ്ങനെ പൊട്ടിക്കൂന്ന്. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും പൊട്ടിക്കാലോ എന്ന്. അതിനും അതൊക്കെ കഴിഞ്ഞാൽ അനസിനെ വിളിക്കാൻ ചെയ്തിട്ട് പറഞ്ഞു അനസിനെ ശ്രദ്ധിക്കണേ, നമ്മളെ ചെമ്മിയല്ലേ ഇവിടെ കാറിന് മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് ആ പൂ എടുക്കണോ വേണ്ടേന്ന്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ആരിറങ്ങുന്നുണ്ട്, നമ്മളെ ഷെൻസ് പിയാപ്പിളങ്ങ് ഇറങ്ങിയെന്ന് വെച്ചാൽ ഫുള്ള് പൊട്ടലാണ്. എന്തിനാ വന്നതെന്ന് പോലും അറിയാണ്ട് നമ്മളെ ഷംസു കണ്ട് ഇവിടെ കണ്ണോടൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഷംസൊക്കെ പറഞ്ഞാൽ ഞാനൊരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞു നോക്കുന്നേരം പിന്നെ പൊട്ടലിങ്ങ് തുടങ്ങിയില്ലേ. അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ ഉണ്ടാവും, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാവും. എല്ലാവരും സമയം കിട്ടുന്നേരം ഒന്ന് കാണുക.